27ാമത്തെ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. വി വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം എങ്ങനെയായിരിക്കണം ഒരു നല്ല ഭരണം നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃകയായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 കൊല്ലം നമ്മളൊരു ദുർഭരണമാണ് ഇവിടെ കണ്ടത്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണകൂടമായിരുന്നു. ഇത്തവണ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്ന, ജനങ്ങൾക്ക് വികസനവും സമാധാനവും അതുപോലെ പുരോഗതിയും വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു നല്ല ഭരണം ഉണ്ടാവും. അതിന് കേന്ദ്രത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട്. കേരളത്തിലെ സർക്കാർ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചാലും കേന്ദ്രത്തിൻ്റെ പിന്തുണ അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി പദ്ധതികൾ ഇനിയും തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഓൾറെഡി ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയതോടുകൂടി കേരളത്തിൽ BJP ജയിക്കാൻ കഴിയുന്ന, ഭരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്, മുന്നണിയാണെന്നുള്ള നില വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അല്ല, അങ്ങനെയല്ല. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം എന്നുള്ളതാണ്. അല്ലാതെ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഇവിടുത്തെ ഭരണസമിതി തന്നെയാണ്. അതിന് അവർ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പ്രയോജനം. അല്ല, അതല്ല, തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവ് കാര്യങ്ങളായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ. അത് ഏറ്റവും മൈക്രോ ലെവലിൽ അത് എവിടെയൊക്കെ എങ്ങനെ എന്തൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ല ഗൃഹപാഠം ആവശ്യമുണ്ട്. അതാണ് മേയർ പറഞ്ഞത്. തീർച്ചയായിട്ടും കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വികസനം ആഗ്രഹിക്കുന്നവരെല്ലാം, ഒരു മോഡൽ സർക്കാർ വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ 2020 ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ധാരാളം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വേറെ ആരെങ്കിലും മുന്നണി വിട്ട് രണ്ട് കൂട്ടരും കുറ്റവാളികളാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ സ്വർണം കട്ടവരാരപ്പ, സ്വർണം വിറ്റതാരപ്പ എന്ന് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാൻ സമ്മതിക്കാൻ തുടങ്ങിയല്ലോ. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള LDFൻ്റെ സർക്കാരും ദേവസ്വം ബോർഡും ആസൂത്രിതമായി കൊള്ള നടത്തിയത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ഇതിൻ്റെ വിൽപ്പനയ്ക്ക്, ഈ പൈതൃക സ്വത്തുക്കൾ വിൽക്കാൻ, പുരാവസ്തുക്കൾ വിൽക്കാൻ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ ഇറ്റലിയിലുള്ള സ്ഥാപനത്തിൽ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം എടുത്തത് കോൺഗ്രസ്സാണ്. മാർക്കറ്റ് കണ്ടെത്തിയത് കോൺഗ്രസ്സാണ്. അതാണ് ഞങ്ങളുടെ ആരോപണം. 2020 വന്ന പോലെ കൂടുതൽ കക്ഷികൾ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ടുള്ള വളരെ നല്ല സാഹചര്യമാണ്. അതുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്റ്റേജിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെടെ ഇടത് വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൊള്ള, അത് ഒരിക്കൽ കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. BJP ഈ രീതിയിൽ കേരളത്തിൽ വളരുന്നതിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് K. സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുവാൻ പാർട്ടിക്ക് കേരളത്തിലുടനീളം ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിക്കൊടുത്ത ശേഷമാണ് K. സുരേന്ദ്രൻ വഴിമാറുന്നത്, രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആ അടിസ്ഥാനത്തിന് മുകളിൽ കൃത്യമായി അടുക്കി വയ്ക്കുന്നു ഉറപ്പുള്ള കല്ലുകൾ. അതെ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നു എന്നതിനപ്പുറത്തേക്ക് 11 നിയമസഭാ സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി. ഇപ്പോൾ BJPയുടെ മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ തത്സമയത്തിലേക്ക് പോകാം. ആളുകളും ചേർന്നുകൊണ്ട് ഒരു ഏതാണ്ട് ക്രിക്കറ്റ് കളി സമാനമായ രീതിയിൽ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങൾ മറുഭാഗത്ത് ഏത് വിധേനയും LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പരാജയത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ വാതായനങ്ങൾ തുറന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ വാതായനങ്ങൾ തുറക്കാൻ ഞങ്ങൾ പ്രസ്ഥാനം കരുത്തരാണ് എന്ന് തെളിയിക്കുന്ന വരാൻ പോകുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുന്നു. അല്ല, പ്രൈം ഓരോ തവണയും കേരള നിന്നു വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും വരുന്ന വരവിൽ ഓരോ പദ്ധതികളും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യക്രമങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതായത് ഒരു സ്ഥലത്ത് വരുന്നു, ആ സ്ഥലത്ത് ഗവൺമെന്റ് ആവശ്യങ്ങൾ കേൾക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ കേൾക്കുന്നു,
ശക്തമാകുമ്പോൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ജാതിക്കും രാഷ്ട്രീയത്തിനും കക്ഷിക്കും അതീതമായിട്ടുള്ള ഒരു വികസനത്തിന്റെ മേഖലയായി ഈ കേരളത്തിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓരോ വരവിലും അദ്ദേഹം കേരളത്തെ നോക്കിക്കാണുന്നു. കൂടുതൽ കൂടുതൽ പദ്ധതിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. അത് ആകമാനമുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിനും ഉണ്ടാകും. രാഷ്ട്രീയമായിട്ട് തന്നെ അല്ല നോക്കൂ, ഇത് ഇപ്പൊ നമ്മൾ ഒരു അല്പസമയത്തിന് ശേഷം പ്രൈം മിനിസ്റ്ററുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇതിനു മുൻപും വന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയല്ല ഉത്തരം കിട്ടിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ല ഒരു അഗ്രികൾച്ചർ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, എന്നാൽ ഇവിടെ നിന്ന് അഗ്രികൾച്ചറിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് പോലും കൊടുക്കുന്നില്ല. നമുക്ക് ടൂറിസത്തിന് അതിപ്രഗത്ഭനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, സഹമന്ത്രിയായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപിയെ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എനർജറ്റിക് ആയിട്ട് വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ ടൂറിസത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റും കൊടുക്കാനോ ചർച്ചയ്ക്കോ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തമിഴ്നാടിനെ പോലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ രാഷ്ട്രീയം എന്തോ ആകട്ടെ, വികസനത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വികസനം ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലൂടെ ആയിരിക്കണം ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകേണ്ടത്. അത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. ശ്രീമാൻ സജി ചെറിയാന്റെ പ്രസ്താവനകൾ, അതിൻ്റെ മറുപടികൾ, ഇതൊക്കെയാണ് കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ, അതായത് യുണൈറ്റഡ് ഫ്രണ്ടിൽ മുസ്ലിം ലീഗിനെ കൂടെ ഇരുത്തിക്കൊണ്ട് മലപ്പുറം ജില്ല വിഭജിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം മുസ്ലിം ലീഗിനെ ഒരുമിച്ച് ചേർത്തുകയും പിന്നീട് 1980-കൾക്ക് ശേഷം INL-നെ, മുസ്ലിം ലീഗിനെ തീവ്രതയുള്ള INL-നെ മടിയിലിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്തും കൂടെ ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള UDF മറുഭാഗത്തു നിന്നുകൊണ്ട് ഈ കേരളത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കണമെന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJPക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന്റെ വാതായനങ്ങൾ തുറക്കാതെ ഇനി പോവുകയാണ്. എല്ലാ മേഖലകളിലും കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവുമുള്ള നമ്മുടെ ചെറുപ്പക്കാരികളും അങ്ങനെയുള്ള കേരളത്തിൽ ഒന്നുമില്ലായി പോകുന്നത് മനുഷ്യ ഇവിടെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ടൂറിസ്റ്റ് സാധ്യത, നമുക്ക് അഡ്വഞ്ചർ ടൂറിസ്റ്റ് നടത്താൻ സാധിക്കുന്നില്ല, നമുക്ക് സ്പിരിച്വൽ നടത്താൻ സാധിക്കില്ല, നമുക്ക് നീണ്ട കാലമുണ്ട്, ജോലിയുണ്ട്, ചെയ്യാൻ ആരോഗ്യമുള്ള ദൃഢഗാത്രരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരിക്കലില്ല, വിദ്യാസമ്പന്നരുണ്ട്. ഇന്ന് 3 ദിവസത്തിലൊരിക്കൽ ഒരു സർവകലാശാലയ്ക്ക് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പുത്തരിക്കണ്ടത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു വർഗീയ സ്വഭാവമുള്ള പാർട്ടിയെ എങ്ങനെയാണ് ഇടത് വലത് മുന്നണികൾ താലോലിച്ചത് എന്ന ചരിത്രം ശോഭാ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. 1967 EMSന്റെ 2ാം സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് എന്ന മതത്തിന്റെ പേരിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാന്യതയുടെ മേലങ്കി നൽകിക്കൊണ്ട് EMS നമ്പൂതിരിപ്പാടാണ് മുസ്ലിം ലീഗിന് ആദ്യമായി കേരള രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനം നൽകിയത് എന്ന ചരിത്ര വസ്തുത പുത്തരിക്കണ്ടത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്ക്രീൻ 3ആയി ഞങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ടെക്നിക്കൽ ഏറിയയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏത് നിമിഷവും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം SBG നേതൃത്വം നൽകുന്ന വാഹനങ്ങൾ പുറത്തേക്കെത്തും. ഒരു ഭാഗത്ത് ടെക്നിക്കൽ ഏറിയ, മറുഭാഗത്ത് 2 സ്ക്രീനുകൾ ബാക്കിയുണ്ട്. ഒന്ന് BJPയുടെ വേദിയാണ്, അത് പുത്തരിക്കണ്ടം മൈതാനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വേദിയിൽ എത്തിയിരിക്കുന്നു.